എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ മീൻ കച്ചവട കടയിലേക്ക് സ്വാഗതം. എനിക്ക് ഇത്രയും പൈസ കിട്ടി. ഇതിന്റെ മീനാണ്. പാക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ നല്ല രീതിക്ക് വേണം പാക്ക് ചെയ്യാൻ. ഇച്ചിരിയും കൂടി പൈസ ചേട്ടാ, അതിന്റെ പൈസയാണത്. അവിടെ വെക്കും ചേച്ചി. എന്നാ പൈസ എല്ലാവരും നല്ല കുട്ടികളാണ്. അവിടെ വെക്കും. എന്റെ പൈസയാണത്. ചേട്ടാ പൈസ ചേട്ടാ, എനിക്ക് 1 കിലോ അച്ചാർ എടുക്കോ? 1 കിലോ അച്ചാർ ചേട്ടാ. 1 കിലോ അച്ചാർ. കയറി മാത്രം കേട്ടോ. 1 കിലോ അച്ചാർ. നമ്മുടെ അച്ചാറാണ് കേട്ടോ. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാ. എനിക്ക് പൈസ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് വേണം പാക്ക് ചെയ്യാൻ. ഒരു ചേച്ചിക്ക് ഇത് കടയിലുള്ള ഫുള്ള് മായ്ക്കണം. അതിനുവേണ്ടി ചേച്ചി എനിക്ക് ഇത്രയും പൈസ തന്നിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് കെട്ടി പാക്ക് ചെയ്ത് വേണം കൊടുക്കാൻ. ഇത് അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അത് നമ്മൾ നല്ല രീതിക്ക് പാക്ക് ചെയ്ത് കൊടുക്കും. ആര് പറഞ്ഞു? എനിക്ക് ശിവാനി എന്റെ പൈസ എടുക്കാൻ പറ്റില്ലേ? ഇവിടെ വെക്കണം നല്ലത്. നമ്മൾ ഇവിടെയൊക്കെ വെക്കണം, അല്ലെങ്കിൽ ആളുകൾ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. ശിവശ്രീ, നിനക്ക് മൊത്തം എനിക്ക് പൈസ തന്നില്ലായിരുന്നു. മൊത്തം തരാനായിട്ട് ഞാൻ പാക്ക് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ചേട്ടന്റെ കടയിലാണെങ്കിൽ ഒന്നും മര്യാദയ്ക്കൊന്നും പാക്ക് ചെയ്യില്ല. ഞാനാണ് പണക്കാരി. തരൂ, ഞാൻ മൊത്തം പാക്ക് ചെയ്ത് നല്ല രീതിക്കാണ്. ഈ ചായ എനിക്ക് തന്നില്ല. അത് കുഴപ്പമില്ല. അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എന്ത് നല്ല രസമാണ്. നിങ്ങൾ കളരി വരുമ്പോ ഇവിടുത്തെ കടയിൽ നിന്ന് മേടിക്കുക. എല്ലാം 5-5. ഇത്രയും പൈസ നമ്മൾ കൊടുത്ത് മുഴുവൻ മേടിക്കാം. ഒരു പൈസ പോലും നമ്മൾ കൊടുക്കണ്ട. നമ്മൾ നല്ല രീതിക്ക് പാക്ക് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്ത് വെക്കണേ. എല്ലാ പിള്ളേർക്കും വേണ്ടി വരും. ചിലവർക്കൊക്കെ പൈസ കുറവായിരിക്കും. അന്നേരം നമുക്ക് ഒരു 3 എണ്ണൊക്കെ വെച്ച് പാക്ക് ചെയ്താൽ ഇതാണ് അമേരിക്കയിൽ നിന്ന് കിട്ടിയ ഫ്രഷ് സാധനം. കൊമ്പൊക്കെ ഉണ്ട്. മീനാണ്. 2 കൊമ്പും 3 കൊമ്പൊക്കെ വരും. ചേട്ടാ, അതിന് എത്രയാകും ചേട്ടാ? ഇതിന് ഇത്ര തന്നെ. ചേച്ചി, അമേരിക്കയിൽ അത് ഞാൻ 2 കാശ് വാങ്ങിച്ചു. പൈസ ചേച്ചിക്ക് പൈസ ചേച്ചി അവിടെ നിന്ന് വന്നാൽ അതെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നാൽ നല്ലതാണ്. നല്ല രസമുണ്ട്. ഇത് ചേച്ചി കൊടുത്തേക്കമ്മ. 5000-ന്റെ 50-ന്റെ 60. എന്റെ കടയാണിത്. ഇതിൽ നമ്മളെല്ലാം ക്ലീൻ ആയിട്ടാണ് വെക്കുന്നത്. അവരൊക്കെ പൈസയൊക്കെ ചവറ് പോലെ ഇടും. നമ്മളിങ്ങനെ എല്ലാം നല്ല കെട്ടി സെറ്റായിട്ട് വേണം വെക്കാനായിട്ട്. ഈ ചേട്ടൻ ഇതെല്ലാം ഇഷ്ടപ്പെടാത്ത കൊണ്ട് എല്ലാം എടുത്തോണ്ട് പോകും. കാണിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എല്ലാം നല്ല സൂക്ഷിതമായിട്ട് വെക്കണം. നമ്മൾ പാവമായതുകൊണ്ട് എല്ലാവരും നമ്മളെ അടിക്കുകയൊക്കെ ചെയ്യും. കണ്ടോ? ഇതാണ് നിങ്ങൾ കാണേണ്ടത്. എല്ലാവരും എൻ്റെ കടയിൽ ഒന്ന് അവൻ എൻ്റെ കടയിലെ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി. ഞാൻ ഇങ്ങനെ വെച്ചോളൂ. ഞാൻ പാവമായതുകൊണ്ട് ഇങ്ങനെ വെക്കത്തോളൂ. കച്ചവടം നന്നായിട്ട് നടക്കുന്നൊന്നും ഇല്ല. അപ്പുറത്തെ ചേട്ടൻ എന്റെ സാധനങ്ങൾ മൊത്തം എടുത്തോണ്ട് പോയിട്ട് നല്ല കച്ചവടം നടത്തുന്നുണ്ട്. ഞാൻ ഈ കുഞ്ഞു സാധനം മൊത്തം കണ്ടോ? അത് എന്റെയാണ്. മൊത്തം കൊണ്ടുപോയി. എനിക്കിത് ഒരു കാര്യം പറയട്ടെ, ഇവിടെ പൈസ മരം ഉണ്ടെന്നേ. ഇതേ അവിടെ നിക്കണേ. ഈ പൈസ മൊത്തം ഈ ചേച്ചി കൊടുത്താൽ മൊത്തം നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ടാഗി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ കടയിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്. എടി ഇന്നാടി 1/2 കിലോ. ഓക്കെ.
അര കിലോ 1 കിലോ എന്നാ ചേട്ടാ 1 കിലോ തേങ്ങ. മുടിയിലെന്തോ മറന്നിട്ടുണ്ട്. ചേച്ചി റൊട്ടി, ഈ റൊട്ടി എന്നാ റൊട്ടി തരുമോ? അത് വേണ്ട ചേട്ടോ. അമേരിക്കൻ നീട്ടിയ റൊട്ടിയാണോ? അതെ 2 റൊട്ടിയുണ്ട്, പലതരം റൊട്ടികളാണ്. പുതിയ റൊട്ടി വന്നിട്ടുണ്ട്. പുതിയ ആ ചേട്ടനാണ് അമേരിക്കൻ പുള്ളിന്ന് കൊണ്ടുവന്നാണ്. അല്ലേ അമേരിക്കൻ പുള്ളി? അപ്പൊ ഞാൻ ഫേമസ് ആണേ. ഞാൻ ഫേമസ്